സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കേരളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഹജ്ജ് ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് മെയ് 20 രാവിലെ 10 കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമാകും. വൈകിട്ട് 4:30 ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങ്. 21 പുലർച്ചെ 12:05 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ ജിദ്ദയിലേക്ക് പുറപ്പെടുക. അതേ ദിവസം രാവിലെ 8 വൈകിട്ട് 3 രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ യാത്ര തിരിക്കും. ആദ്യ വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തും. മെയ് 26 കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. ജൂൺ 1 കണ്ണൂരിൽ നിന്നും യാത്ര തുടങ്ങും. സംസ്ഥാനത്ത് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഇത്തവണയും ഹജ്ജ് വിമാനങ്ങൾ പുറപ്പെടുക. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുറപ്പെടുന്നത് ഈ വർഷമാണ്. കരിപ്പൂരിൽ നിന്ന് 10,430, കൊച്ചിയിൽ നിന്ന് 4,273, കണ്ണൂരിൽ നിന്ന് 3,135 തീർത്ഥാടകർ യാത്ര തിരിക്കും. ബംഗളൂരു, ചെന്നൈ, മുംബൈ എംബാർക്കേഷനുകളിൽ നിന്നായി 45 തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന യാത്ര തിരിക്കുന്നുണ്ട്. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത്. കരിപ്പൂരിൽ നിന്ന് 166 പേർക്ക് വീതം യാത്ര ചെയ്യാവുന്ന 59 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ജൂൺ 9 വരെയുള്ള എല്ലാ സർവീസുകളും ജിദ്ദയിലേക്കാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കായി ആവശ്യമായ അധിക ഷെഡ്യൂളുകളും ക്രമീകരിക്കും. ജൂലൈ 1 മദീനയിൽ നിന്നാണ് ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിക്കുന്നത്. തീർത്ഥാടകരെ സ്വീകരിച്ച് യാത്രയാക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കുന്നത്. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ഹജ്ജ് അസിസ്റ്റന്റ് സെക്രട്ടറി N. മുഹമ്മദ് അലി പറഞ്ഞു. ബാഗേജിൻ്റെ സ്റ്റിക്കർ, മക്കനയിലുള്ള ബാഗേജ് സ്റ്റിക്കറുകൾ, ഇതെല്ലാം സമയബന്ധിതമായിട്ട് എല്ലാ സമയത്തും കൊടുത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഇനിയുള്ളത് ഇവിടെ ക്യാമ്പ് ആരംഭിക്കുകയാണ്. 20 തീയതി കോഴിക്കോട് ക്യാമ്പ് ആരംഭിക്കുന്നുണ്ട്. 20 തീയതി രാവിലെ 10 മണിക്ക് ഹാജിമാർ കോഴിക്കോട് എയർപോർട്ടിൽ സാധനങ്ങൾ, ബാഗേജുകൾ അവിടെ കൊടുക്കും. അതിന് ശേഷം ക്യാമ്പിലേക്ക് വരും. ക്യാമ്പിലേക്ക് വന്നിട്ട് 10 മണിക്ക് ഒരു ടീം വരുന്നുണ്ട്, 12 മണിക്ക് വേറെ ടീം വരും, 2 മണിക്ക് അടുത്ത ടീം വരും. ഇങ്ങനെ 3 ടീമാണ് അന്ന് വരുന്നത്. അവരവിടെ ബാഗേജ് എയർപോർട്ട് കൊടുത്തതിന് ശേഷമാണ് ക്യാമ്പിലേക്ക് വരുന്നത്. ക്യാമ്പിൽ നിന്ന് അന്ന് രാത്രി 12:05, അത് 21 തീയതി പുലർച്ചെ, അപ്പോൾ 20 തീയതി രാത്രി 8 മണിക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഹജ്ജ് ബാച്ച് ഇവിടുന്ന് പുറപ്പെടും. ഹജ്ജ് ഹൌസിന്റെ മുറ്റത്ത് പന്തൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ ജോലി അവസാന ഘട്ടത്തിലാണ്. ഹാജിമാരെ സ്വീകരിക്കുന്നതിന് ഹജ്ജ് ഹൌസിന്റെ പ്രധാന കെട്ടിടവും കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത വനിതാ ബ്ലോക്കും പ്രവർത്തന സജ്ജമായി. വിമാനത്താവളത്തിലും ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിന്റെ അവസാനഘട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ഹജ്ജ് ഹൌസിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നിരുന്നു. തുടർന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C. മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് കമ്മിറ്റി യോഗം ചേർന്ന ഒരുക്കങ്ങൾ വിലയിരുത്തി. എയർ 1 ന്യൂസ്, കരിപ്പൂർ. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.